ഇതാണ് അരവിന്ദ് താമസിക്കുന്ന വീട് എന്ന് പറയുന്നത്. ഇവിടെ വീട് എന്ന് പറയാൻ പറ്റില്ല, ഒരു ഷെഡാണ്. ആ ഷെഡിനകത്താണ് താമസിക്കുന്നത്. അരവിന്ദിൻ്റെ ചേട്ടനുണ്ട്. ഇവർ നിങ്ങൾ ജീവിക്കുന്നത് സർക്കസ് ആണല്ലേ? തെരുവ് സർക്കസ് ആണ്. എപ്പോഴാണ് സർക്കസ്? മഴയായതുകൊണ്ട് പോകാൻ പറ്റും? ഇല്ല, മഴ ഇപ്പോൾ സമയത്ത് പോകാനൊന്നുമില്ല, വീട്ടിലൊന്നായിരിക്കും. അല്ലാത്ത സമയത്ത് മാത്രമേ ടൗണിലേക്ക് പറാടിക്ക് പോകും, ബീച്ചിലേക്ക് പറാടിക്കൊക്കെ പോകും. ബീച്ചിലാണ് തെരുവ് സർക്കസ്. അതെ. അരവിന്ദനെ കൂട്ടാറ്? ഇല്ല, അരവിന്ദ് കളിക്കില്ല. പക്ഷെ എന്നെ സഹായത്തിന് ഞായറാഴ്ച ദിവസങ്ങൾ മാത്രമായിരിക്കും പറാടിക്കുക. അന്നൊക്കെ എന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് സഹായിക്കാൻ വേണ്ടി മൂപ്പര് എന്നെ കൂടെ ഉണ്ടോ. ചെണ്ടയും കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലേ? ഭക്ഷണമൊക്കെ പാകം ചെയ്യുന്നൊക്കെ ഇത് നമ്മളിവിടെ 3 കല്ല് വെച്ച് ഇവിടെ ഒരു അടുപ്പുണ്ടാക്കും. മഴ എല്ലാ സമയത്ത് അകത്ത്, ഇല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ പുറത്തുനിന്നായിരിക്കും ഉണ്ടാക്കുക. ഇവിടെ ആരൊക്കെ താമസിക്കും? അല്ല, ഞാൻ, എൻ്റെ വൈഫ്, 3 അനിയന്മാർ, അച്ഛൻ, അമ്മ, എൻ്റെ മോള്. അച്ഛനും അമ്മയ്ക്ക് ഒരു ID കാർഡ് ഇല്ല? ഇല്ല, അച്ഛനമ്മയ്ക്ക് ആധാർ കാർഡിൻ്റെ യാതൊരു പ്രൂഫില്ല. അപ്പോൾ നിങ്ങൾക്ക് പഞ്ചായത്തിനൊക്കെ ഒരു സഹായം കിട്ടണമെങ്കിൽ, ഇപ്പോൾ ഇവർക്ക് നമുക്കപ്പോൾ അതിദരിദ്ര പട്ടികയിൽപ്പെട്ട ആളുകൾക്ക് സഹായം കിട്ടണമെങ്കിൽ പോലും ആധാർ കാർഡോ ID കാർഡോ വേണം. ഇവരുടെ അച്ഛനമ്മയ്ക്ക് തമിഴ്നാട് സ്വദേശി അല്ല, അവർ ചെറിയ പ്രായത്തിൽ ഒരു നാടോടിയായിരുന്നു. ഓരോ സ്ഥലത്ത് ഇങ്ങനെ കറങ്ങി അതായത് ഒരു സ്ഥലത്ത് എപ്പോഴും ഉണ്ടാവാറില്ല. ഒരു നാട്ടിലൊരു മാസമാണെങ്കിൽ വീടൊക്കെ വേണമെന്ന് ആഗ്രഹമില്ല? ഉണ്ട്. ഇപ്പോൾ അനിയന്മാർ പഠിക്കുന്നുണ്ട്, മോളുണ്ട്, വൈഫുണ്ട്. അപ്പോൾ അവരൊക്കെ നോക്കണ്ടേ? അപ്പോൾ എത്ര കൊല്ലം ഇവിടെ നിന്ന് ഇങ്ങനെ ജീവിച്ചു പോകുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ അരവിന്ദ്രൻ്റെ കുടുംബം ആവശ്യപ്പെടുന്ന ഈ ഒരു ആധാർ കാർഡ് എന്ന് പറയുന്നത് SSLC പരീക്ഷ എഴുതാൻ വേണ്ടി മാത്രമല്ല, അരവിന്ദ്രനെ സംബന്ധിച്ച് പരീക്ഷ എഴുതണം, പഠിക്കണം. പഠിച്ചെന്താണ് ആഗ്രഹം അരവിന്ദ്രൻ? വലിയ ജോലിയൊക്കെ കിട്ടണം. ജോലി കിട്ടണം അല്ലേ?